മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുക എന്നത് കേരളമാകെ കാൽനട പ്രചാരണവുമായി സന്ദേശം പ്രചരിപ്പിക്കുകയാണ് കോഴിക്കോടുള്ള ഒരാൾ. 1.5 മാസം കൊണ്ട് 1000-ലധികം കിലോമീറ്ററാണ് കാൽനടയായി താണ്ടിയത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 43 ദിവസം കൊണ്ട് താമരശ്ശേരി സ്വദേശി ആന്റണി ജോയ് നടന്നു തീർത്തത് 1072 കിലോമീറ്റർ. കേരളത്തിലെ 14 ജില്ലകളിലൂടെയും കാൽനടയാത്ര കടന്നുപോയി. മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന 25,000 ലഘുലേഖകൾ യാത്രയിലൂടെ ജനങ്ങൾക്ക് കൈമാറി. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഉയർത്തി കാണിക്കുന്നത്. ഒന്ന്, മാനസികാരോഗ്യം സംരക്ഷിക്കേണ്ടതാണെന്നൊരു ബോധ്യം പലർക്കും അതില്ല, അതൊന്നും ക്രിയേറ്റ് ചെയ്യുക. രണ്ട്, എത്ര ശ്രദ്ധിച്ചാലും ഇപ്പോൾ പനി വരുന്ന പോലെ മറ്റസുഖം വരുന്നത് പോലെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരാം. ഏറ്റവും ഏർലി സ്റ്റേജിൽ വന്ന് തുടങ്ങുമ്പോൾ തന്നെ അത് വെയിറ്റ് ചെയ്യാതെ ഒരു കൺസൾട്ട് ചെയ്യുക. ഈ കോച്ചിങ്ങിന് പോകുന്നത് പോലെ തന്നെയാണ് ഒരു കൗൺസിലിങ്ങിന് പോകാന്ന് പറഞ്ഞാൽ. കോച്ചിങ്ങിന് പോകുന്നത് എന്തിനാ? നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ. ദ സെയിം വേ നമ്മളൊരു ക്വാളിറ്റി ഉള്ള ഒരാളുടെ അടുത്ത് കൗൺസിലിങ്ങിന് പോയാൽ നമുക്ക് വരാൻ പോകുന്ന പല പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ യാത്രയിൽ ഉദ്ദേശിച്ചത്. വ്യക്തിത്വ വികസന പരിശീലന മേഖലയിൽ 15 വർഷമായി പ്രവർത്തിക്കുന്നയാളാണ് ആന്റണി ജോയ്. സ്പോൺസർഷിപ്പുകൾ ആരിൽ നിന്നും സ്വീകരിക്കാതെ സ്വന്തം ചിലവിലാണ് യാത്ര നടത്തിയത്. നിശ്ചയിച്ച സമയത്ത് തന്നെ കൃത്യമായി യാത്ര പൂർത്തിയാക്കാൻ കഴിഞ്ഞു. വീട്ടിൽ പോവുകയും മക്കൾ 3 പേരായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വീട്ടിൽ പോകും, തിരിച്ചു വരും. വളരെ സ്ട്രെയിൻ എടുത്തിട്ടാണ് അവൾ കാര്യങ്ങൾ ചെയ്തത്. പിന്നെ റിജീഷ്, ധനീഷ്, അതുപോലെ തന്നെ ബിനിത്ത്, ഇവർ മൂന്നുമാണ് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഓർത്തത്. പിന്നെ വൈദ്യസഹായത്തിന് വേണ്ടി ബിബിനും അതുപോലെ തന്നെ മനോജ് എന്ന് പറഞ്ഞ രണ്ടുപേരെയും ഇടയ്ക്ക് സഹായത്തിനുണ്ടായിരുന്നു. കുറേ ആളുകൾ വേറെ നമ്പേഴ്സ് ഓഫ് ആളുകൾ BNI, JCI സംഘടനകളൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ BNI, JCI, റോട്ടറി, ലയൺസ്, പേരുകൾ പറഞ്ഞാൽ വിട്ടുപോകുന്നതുകൊണ്ട് ഒത്തിരി, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും പോസ്റ്റ് ഓഫീസിലാണെങ്കിലും പബ്ലിക്കിലൊക്കെ ആണെങ്കിലും ഇവരെല്ലാം കൂടെ കൂടിയത് കൊണ്ടാണ് ഈ യാത്ര. ഇപ്പോൾ 5 പേര് ഞങ്ങൾ മാത്രമല്ല, ലിറ്ററലി ടീമിലുള്ള 5 പേരാണെങ്കിലും ഒരു സൊസൈറ്റി അല്ലെങ്കിൽ പബ്ലിക് അതേപടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യാത്രയ്ക്കിടെ ചില കേന്ദ്രങ്ങളിൽ മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി സംവദിക്കുന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വെച്ച് മാർച്ച് 26 ഗോപിനാഥ് മുതുകാടാണ് കാൽനടയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചത്. മെയ് 7 കാസർഗോഡ് യാത്ര പൂർത്തിയാക്കി. ഭാര്യ അനില ജോണി, സുഹൃത്തുക്കളായ ബിനിത് EK, ധനേഷ് KL, റിജീഷ് PK എന്നിവർ ലഘുലേഖകൾ വിതരണം ചെയ്തും സഹായം നൽകിയും യാത്രയെ വാഹനത്തിൽ അനുഗമിച്ചു. കൈരളി ന്യൂസ്, കാസർഗോഡ്.